സംസ്ഥാനത്ത് ട്രഷറി തട്ടിപ്പ് തടയാൻ കർശന നടപടി സ്വീകരിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചാൽ നിക്ഷേപകരെ അത് ബാധിക്കില്ല. ട്രഷറികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി. സംസ്ഥാനത്തെ ട്രഷറികളിൽ വ്യാജ ചെക്ക് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് തടയാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് UA ലത്തീഫ് MLA ആണ് നിയമസഭയിൽ ചോദ്യമുന്നയിച്ചത്. തട്ടിപ്പ് തടയാൻ ട്രഷറി സോഫ്റ്റ്വെയറിൽ കാതലായ മാറ്റം വരുത്തിയെന്ന മന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി നൽകി. ട്രഷറിയിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചാൽ നിക്ഷേപകരെ ബാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. 2010 മുതലുള്ള കേസുകൾ എൻ്റെ കയ്യിലുണ്ട് സർ. ഓരോ ഘട്ടത്തിലും ചെയ്തിട്ടുള്ള നടപടികളുണ്ട്, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, റവന്യൂ റിക്കവറി നടപടികളിലേക്ക് പോയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം നടപടി എടുത്തിട്ടുണ്ട് സാർ. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ കുറച്ചുകൂടി ഇത് സുതാര്യത വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് യാതൊരു സംശയത്തിന് ഇടയില്ല. വളരെ അപൂർവം ചില കേസുകളാണ് ഉണ്ടായത് റിപ്പോർട്ട് ചെയ്തതും. അത് തടയുക മാത്രമല്ല, അവരുടെ കാര്യം സംരക്ഷിക്കും. അതിന് അവരുടെ പണം നഷ്ടപ്പെടില്ല. ട്രഷറികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ട്രഷറികളിലും പതിവ് പരിശോധനയിൽ അതീതമായി ഇൻസ്പെക്ഷൻ കർശനമാക്കുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.